ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ ഡെയിലി മന്ന എന്ന വചനധ്യാനത്തിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ്. അതിങ്ങനെ വായിക്കുന്നു: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഇവിടെ പറയുന്നത്, ദൈവത്തിന് നാം നമ്മുടെ ശരീരങ്ങളെ യാഗമായി അർപ്പിക്കണം. അപ്പോൾ എങ്ങനെയാണ് ശരീരങ്ങളെ യാഗമായി അർപ്പിക്കുന്നത്? പണ്ടാണെങ്കിൽ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ശരീരങ്ങൾ അല്ലെങ്കിൽ അവിടെ ജീവൻ ബലി കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ശരീരത്തെ ജീവനും വിശുദ്ധിയുമുള്ളതായി സമർപ്പിക്കണമെന്നാണ് പറയുന്നത്. അതാണ് ദൈവത്തിന് പ്രസാദമുള്ള യാഗം. അപ്പോൾ ഈ ശരീരമെന്ന് മാത്രം പറയുമ്പോൾ ആ ശരീരത്തിൽ നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും നമ്മുടെ ചിന്തകളും, അതായത് ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, ഇത് മൂന്നും അതിനകത്ത് വരും ശരീരം എന്ന് പറയുന്ന സമയത്ത്. അതുപോലെ തന്നെ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം നാം അറിയണം. എന്താണ്? ഈ ലോകത്തിൻ്റെ രീതിയിലല്ല, ദൈവികമായ കാഴ്ചപ്പാടായിരിക്കണം നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ഉണ്ടായിരിക്കേണ്ടത്. ഇപ്പം നാം എന്തെങ്കിലും തെറ്റ് ചെയ്തു, അതിന് നാം അനുതപിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കർത്താവ് നമ്മോട് ക്ഷമിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നാം അനുതാപത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ കർത്താവ് നമ്മോട് ക്ഷമിക്കും. പക്ഷേ നാം നമ്മോട് തന്നെയും ക്ഷമിക്കേണ്ടതായിട്ടുണ്ട്. അല്ലേ? വീണ്ടും വീണ്ടും ആ പാപം ഇങ്ങനെ ഓർത്ത് അയ്യോ വീണ്ടും ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കർത്താവ് നമ്മോട് ക്ഷമിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വിശ്വാസവും ആവശ്യമാണ്. അപ്പോഴാണ് നമ്മൾ പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്താണെന്ന് അറിയുന്നത്. അപ്പോൾ നാം ആ പാപത്തെ മാറ്റിക്കളഞ്ഞ് നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സ് പുതുക്കി, അതായത് നാൾതോറും നമ്മൾ വളരുകയാണ്. അപ്പോൾ മനസ്സ് പുതുക്കി നമുക്ക് ആ രൂപാന്തരം പ്രാപിക്കണം. നമ്മളിൽ ആ ഒരു മാറ്റമുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ജീവൻ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മൾ കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിക്കേണ്ടത്. അതായത് നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും നമ്മുടെ ബന്ധങ്ങളുടെ പാളിച്ചകളും എല്ലാം എന്തായിരുന്നാൽ തന്നെയും കർത്താവിനോട് ഏറ്റുപറഞ്ഞ്, ദൈവമേ, എൻ്റെ ആ പാപത്തെ ജയിക്കാനുള്ള കൃപ എനിക്ക് തരണേ, നീ എന്നോട് ക്ഷമിക്കണമേ കർത്താവേ എന്ന് നമ്മെ തന്നെ യാഗമായി അർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ളതാണ് നമുക്ക് ആവശ്യമായിട്ടിരിക്കുന്നത്. അപ്പം നാം നമ്മോട് തന്നെ ക്ഷമിക്കണം. കർത്താവ് നമ്മോട് ക്ഷമിച്ചുവെന്ന് വിശ്വസിക്കണം. കർത്താവിൻ്റെ രക്തത്താൽ നമ്മളെ തന്നെ നമ്മൾ ശുദ്ധീകരിക്കണം. അപ്പോഴാണ് കർത്താവിന് പ്രസാദമുള്ള യാഗമായിട്ടത് തീരുന്നത്. അല്ലാതെ കുറ്റബോധത്തോടുകൂടെ അല്ല കർത്താവിൻ്റെ സന്നിധിയിൽ ഒരിക്കൽ ക്ഷമ പ്രാപിച്ചാൽ വീണ്ടും എത്തേണ്ടത്. അപ്പോൾ വിചാരിക്കേണ്ടത്, നാം നിയമത്തിൻ്റെ കീഴിലല്ല. കാരണം കർത്താവ് നമ്മുടെ ശിക്ഷ ഏറ്റെടുത്ത് കഴിഞ്ഞു. കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഇനിയും വരുവാനുള്ള നമ്മുടെ നന്മകളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നമ്മൾക്ക് വേണം. ഒരിക്കലും നെഗറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കരുത്. നമ്മുടെ സകല പാപവും, മുറുകെ പറ്റുന്ന പാപവും എല്ലാം കർത്താവിൽ സമർപ്പിച്ച് നാം പുതുജീവൻ പ്രാപിക്കുന്നവരായി, നന്മയ്ക്ക് കൂടുതൽ
തൂക്കം കൊടുക്കുന്നവരായിട്ട്, നന്മ ചെയ്യുവാൻ ഇഷ്ടമുള്ളവരായിട്ട് നാം നമ്മെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണം. അപ്പോൾ എന്താണ് പറയുന്നത്? അവനവൻ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണമാണ് നാം പ്രാപിക്കേണ്ടതെന്ന് നാം ഓർക്കണം. അപ്പോൾ ശരീരത്തിലിരിക്കുമ്പോൾ നാം നമ്മുടെ ശരീരത്തെ നന്മയ്ക്കായി ഉപയോഗിക്കണം. ദൈവഹിതപ്രകാരം ജീവിക്കാനായിട്ട് അതിന് പ്രത്യേക കൃപ ദൈവത്തിൽ നിന്നും പ്രാപിച്ചെടുക്കണം. ആത്മാവിൻ്റെ ഗൈഡൻസിൽ നമ്മൾ നടക്കാനായിട്ട് അത് പ്രത്യേക കൃപയുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകണമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. ദൈവത്തെ എങ്ങനെയാണ് പ്രസാദിപ്പിക്കുന്നത്? ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക, അതായത് ക്രിസ്തുവിൽ വിശ്വസിക്കുക, ക്രിസ്തുവിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയിൽ വിശ്വസിക്കുക. അപ്പോൾ അതിൻ്റെ ബലത്തിലാണ് നാം ജീവനെ പുതുക്കേണ്ടത്. നാൾതോറും നമ്മൾ ആ ഒരു വിശുദ്ധീകരണത്തിലേക്ക് വർദ്ധിച്ചു വന്ന് അത് കർത്താവിനെ പോലെയാകണമെന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ കർത്താവിനെ പോലെയാകണമെന്ന് നമുക്ക് ഒരുപക്ഷെ പെർഫെക്ഷനിൽ വരാൻ ബുദ്ധിമുട്ടാണ്. എങ്കിൽ തന്നെയും നമ്മുടെ ആത്മാർത്ഥമായ ആ ഒരു ആശ, പ്രതീക്ഷ, ഇതൊക്കെയും കർത്താവ് മാനിക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ജീവനുള്ള ആരാധനയായി നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കുന്നത്. അപ്പോൾ ജീവനുള്ള ആരാധനയെന്ന് പറയുമ്പോൾ ഈ അവസ്ഥയിൽ നാം തുടരേണ്ടതുമാണ്. അല്ലാതെ ഒരിക്കൽ ആരാധിച്ചു പിന്നെ അങ്ങ് വിട്ടുകളഞ്ഞു എന്നല്ല. നമ്മുടെ ജീവിതം തന്നെ ഒരു ആരാധനയായിരിക്കണം. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.